നമ്മൾ ഇഡ്ഡലിയുടെ മാവ് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. 4-5 ദിവസം വരെയൊക്കെ അതിരിക്കും. അതുകൊണ്ട് നമുക്ക് മാറി മാറി ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാം. അങ്ങനെ അവസാനം വരുമ്പോൾ ഇതുപോലെ 1-2 കയ്യിലൊക്കെ ചിലപ്പോൾ ബാക്കി വരാറുണ്ട്. ഇത് ഇഡ്ഡലിക്കും തികയില്ല, നമുക്ക് ദോശ ഉണ്ടാക്കാനും തികയില്ല. ഈ സമയത്ത് നമ്മുടെ മാവ് അതിൻ്റെ അളവ് കൂട്ടാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര മാവുണ്ടോ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ആട്ടമാവും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് ഇതുപോലത്തെ ഒരു ബിസ്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് കട്ടയില്ലാണ്ട് ഉടഞ്ഞു കിട്ടും. ഇതുപോലെ നന്നായി കലക്കിയെടുക്കുക. അതിന് ശേഷം കുറച്ചും കൂടി ആവശ്യത്തിനുള്ള ഒരു ദോശയുടെ പരുവത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് കലക്കിയിട്ട് നമുക്ക് ദോശ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ച് തിരിച്ചും മറച്ചിട്ടിട്ട് ചുട്ടെടുക്കണം കേട്ടോ. അങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു ദോശയാവുകയും ചെയ്തു. എല്ലാവർക്കും തികയും. അപ്പോൾ ഈ ഐഡിയ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക.